ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മുതിർന്ന പൗരന്മാർ ശാരീരികമായും മാനസികമായും നേരിടുന്ന അതിക്രമങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 15-ന് അവബോധ ദിനാചരണം സംഘടിപ്പിച്ചു വരികയാണ്. മുതിർന്നവരുടെ കഴിവുകൾ സമൂഹത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനും ഇവർക്കുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ മനസ്സിലാക്കി സമൂഹത്തിൽ അവബോധമുണ്ടാക്കുകയുമാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കരിപ്പൂർ സംഭവത്തിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഫയർഫോഴ്സ് ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാരീരിക അസ്വസ്ഥ്യം മൂലം കേസിലെ മറ്റൊരു പ്രതിയായ സണ്ണി തോമസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സർക്കാർ പുതിയ നയം രൂപീകരിച്ചതായി സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ. ഈ വർഷം തന്നെ ഇത് നടപ്പിലാക്കുമെന്നും മന്ത്രി. വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വിമുക്ത ഭടന്മാർ രാജ്യവ്യാപക പ്രക്ഷോഭം ആരംഭിച്ചു. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും. വിശദമായ വാർത്തകളിലേക്ക്. കരിപ്പൂർ സംഭവത്തിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഫയർഫോഴ്സ് ജീവനക്കാരൻ അജികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി CI സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ശാരീരിക അസ്വസ്ഥ്യം മൂലം കേസിലെ മറ്റൊരു പ്രതിയായ സണ്ണി തോമസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാവിലെ 11:45ഓടെയാണ് കൊണ്ടോട്ടി CI സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തിയത്. 12:30ഓടെ എയർപോർട്ട് അതോറിറ്റി ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ജീവനക്കാരനായ അജികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ കേസിൽ മറ്റൊരു പ്രതിയായ സണ്ണി തോമസിനെ ശാരീരിക അസ്വാസ്ഥ്യം മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ സ്വകാര്യ ആശുപത്രി അധികൃതർ ശുപാർശ ചെയ്തു. ഇദ്ദേഹത്തെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്ട്രക്ചറിന്റെ സഹായമില്ലാതെ സണ്ണി തോമസിന് നടക്കാൻ കഴിയാത്തതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് ശുപാർശ ചെയ്യുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അജികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ കരിപ്പൂർ സംഭവത്തിൽ അറസ്റ്റിലായ ഫയർഫോഴ്സ് ജീവനക്കാരുടെ എണ്ണം 10ആയി. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ 4 CISF ജവാന്മാരെ മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സർക്കാർ പുതിയ നയം രൂപീകരിച്ചതായി സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ. ഈ വർഷം തന്നെ അത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന പൗരന്മാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള അവബോധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാർ ശാരീരികമായും വൈകാരികമായും സാമ്പത്തികമായും മാനസികമായും നേരിടുന്ന അതിക്രമങ്ങൾ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 15-ന് ആഗോളതലത്തിൽ മുതിർന്ന പൌരന്മാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള അവബോധ ദിനാചരണം എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. മുതിർന്നവരുടെ കഴിവുകൾ സമൂഹത്തിന് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനും ഇവർക്കുണ്ടായേക്കാവുന്ന വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ മനസ്സിലാക്കി സമൂഹത്തിൽ അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമാണ് ഈ ദിനാചരണം സാമൂഹ്യനീതി വകുപ്പും സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നത്. ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടികൾ ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സർക്കാർ പുതിയ നയം രൂപീകരിച്ചിട്ടുണ്ടെന്നും ഈ വർഷം മുതൽ ഇത് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയോജനങ്ങളുടെ പരാതി കേൾക്കുവാൻ എല്ലാ RDO ഓഫീസുകളിലും വയോമിത്ര ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സെല്ലുകൾ പ്രവർത്തനം തുടങ്ങും. 180ഓളം മാതൃകാ അംഗനവാടികളെ വയോജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പകൽ വീടുകളാക്കി മാറ്റുമെന്നും വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നത് സമൂഹത്തിന്റെ നല്ല അടയാളങ്ങളല്ലെന്നും മന്ത്രി പറഞ്ഞു. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന്, അവരുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള നയം ഒന്നുകൂടി പരിഷ്കരിച്ചിറക്കിയിട്ടുണ്ട്. അതിന്റെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ബഡ്ജറ്റിൽ അതിനാവശ്യമായുള്ള പണം നീക്കിവെക്കാനും പഞ്ചായത്തുകൾക്ക് അതിനാവശ്യമായ പണം ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിൽ വന്നിട്ടുണ്ട്.
വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച മുതിർന്ന വ്യക്തികളെയും സമൂഹശ്രദ്ധ നൽകേണ്ട മുതിർന്നവരെയും അവരുടെ വീടുകളിൽ ചെന്ന പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ ആശയവിനിമയം നടത്തുക എന്ന നൂതന ആശയമാണ് ഇന്നലെയിൽ നിന്നും നാളെ തേടി എന്ന പരിപാടി ലക്ഷ്യം വെച്ചത്. സ്റ്റുഡൻസ് പോലീസ് സേനയും NSS വളണ്ടിയർമാരും പദ്ധതിയുടെ ഭാഗമായി മുതിർന്നവരോടൊപ്പം ഒരു ദിനം പങ്കുവച്ചു. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ TP അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏകാന്തതയുടെ അഴിമുഖങ്ങൾ എന്ന ഡോക്യുമെന്ററി പ്രദർശനത്തോടുകൂടിയാണ് അവബോധ ദിനാചരണത്തിന് തുടക്കമായത്. കുടുംബശ്രീ കൺസൾട്ടന്റ് കാളിദാസൻ തലമുറകളുടെ സംഗമം എന്ന സംവാദത്തിന് നേതൃത്വം നൽകി. സബ് ജഡ്ജ് ബൈജു, അഷ്റഫ് കാവിൽ, സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ, ചിത്രകാരൻ പോൾ കല്ലാനോട്, വനിതാ കമ്മീഷൻ മുൻ അംഗം T ദേവി തുടങ്ങിയവർ ദിനാചരണത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വിമുക്ത ഭടന്മാർ രാജ്യവ്യാപക പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെന്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് മുതലക്കുളത്തു നിന്നും ആരംഭിച്ചു. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരേ റാങ്കിൽ വിരമിക്കുന്ന സൈനികർക്ക് അവർ വിരമിച്ച തീയതി നോക്കാതെ തുല്യമായ പെൻഷൻ നൽകുന്നതാണ് ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ 22 ലക്ഷം വിമുക്ത ഭടന്മാർക്കും മരണമടഞ്ഞ സൈനികരുടെ 6 ലക്ഷം വിധവകൾക്കും ഗുണം ലഭിക്കും. നിലവിൽ 2006 മേജർ പദവിയിലിരുന്ന് വിരമിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥന് 1996 മുൻപ് മേജർ പദവിയിലിരുന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനേക്കാൾ 53% കൂടുതൽ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഒരു വർഷമായിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമില്ലാത്തതിനെ തുടർന്നാണ് വിമുക്ത ഭടന്മാർ സമരരംഗത്തേക്കിറങ്ങിയത്. പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാർ സമയപരിധി നിശ്ചയിക്കണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. പദ്ധതി നടപ്പാക്കാൻ അടിയന്തരമായി ഏതാണ്ട് 8300 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. വൺ റാങ്ക് വൺ പെൻഷൻ ആവശ്യമുന്നയിച്ചുകൊണ്ട് രാജ്യത്തൊട്ടാകെ വിമുക്ത ഭടന്മാർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ജില്ലാ കേന്ദ്രങ്ങളിലും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ MLA പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി വിമുക്ത ഭടന്മാർക്ക് നൽകിയ വാഗ്ദാനം അദ്ദേഹം പ്രധാനമന്ത്രി ആയതോടുകൂടി മറന്നിരിക്കുകയാണെന്ന് MLA കുറ്റപ്പെടുത്തി. ഏറ്റവും ഒടുവ് പറഞ്ഞ സങ്കീർണമാണ്, ഇത്ര അധികം സങ്കീർണമാണെന്ന് മനസ്സിലാക്കിയില്ല. അപ്പൊ അങ്ങനെ പ്രശ്നത്തിന്റെ സങ്കീർണതയും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കാതെ ഒരു രാഷ്ട്രീയ നേതാവ്, അതൊരു ദേശീയ നേതാവ്, പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രസ്താവനകൾ നടത്താൻ പാടുണ്ടോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹരിയാനയിൽ വിമുക്ത ഭടന്മാരുടെ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അന്ന് വിമുക്ത ഭടന്മാരുടെ മുഴുവൻ വോട്ട് വേണം. ശരി, അന്ന് അങ്ങനെ പറഞ്ഞു. പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ സെക്രട്ടറി മോഹൻ പട്ടോന സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ NRR വർമ്മരാജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P കുറുപ്പ്, RK നായർ, ബാലകൃഷ്ണൻ ചാലിൽ, CP രാഘവൻ, ബാലൻ നായർ, TA കൃഷ്ണൻ, അബ്ദുള്ള പാലേരി, P ജയരാജൻ, അജിത് കുമാർ ഇളയിടത്ത്, KK രാഘവൻ, രാമചന്ദ്രൻ മുക്കാട്ടു തുടങ്ങിയവർ സംസാരിച്ചു. കമ്പ്യൂട്ടർ ടീച്ചർമാർക്ക് സർക്കാർ ഓണറേറിയം നൽകുക, വിവര വിനിമയ സാങ്കേതിക വിദ്യ നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ അധ്യാപകരെ സർക്കാർ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേരള കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് അസോസിയേഷൻ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കോഴിക്കോട് DD ഓഫീസ് പരിസരത്ത് നടന്ന സമരപരിപാടി ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോഷി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കമ്പ്യൂട്ടർ ടീച്ചർമാർക്ക് സർക്കാർ ഓണറേറിയം നൽകുക, അംഗനവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകുക, ICT അറ്റ് സ്കൂൾ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ അധ്യാപകരെ സർക്കാർ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് DD ഓഫീസിന് മുൻപിൽ അധ്യാപികമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KHSTA സംസ്ഥാന പ്രസിഡന്റ് ജോഷി ആന്റണി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ റോഡ് തടയാൻ പോകുന്നില്ല, വാഹനങ്ങളെ തല്ലി തകർക്കാൻ പോകുന്നില്ല, പൊതുമുതൽ നശിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ലഭിക്കേണ്ടത്, നമുക്ക് നൽകേണ്ട കാര്യങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒരു ഭരണകൂടത്തെയും പുറകോട്ട് പറഞ്ഞുവിടാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നമ്മുടെ അധ്യാപകർക്കുണ്ടാവണം. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ആയിരക്കണക്കിന് കമ്പ്യൂട്ടർ അധ്യാപകരാണ് ഈ മേഖലയിൽ ജോലി ചെയ്തു വരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ ITക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടില്ല. കമ്പ്യൂട്ടർ അധ്യാപകരെ അംഗീകരിക്കണമെന്നും ന്യായമായ വേതനവും സേവന വേതന വ്യവസ്ഥകളും വേണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലും വിവിധ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഇവർ സമരം ചെയ്തിരുന്നു. മുഖ്യമന്ത്രി മുതൽ എല്ലാ മന്ത്രിമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടു. പക്ഷേ അസംഘടിതരായ ഇവർക്ക് ഇതുവരെ സംരക്ഷണം ലഭിച്ചിട്ടില്ല.
SFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ടൗൺ ഹാളിൽ ചലച്ചിത്രോത്സവവും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിലെ ഉന്നത വിജയികളെ ആദരിക്കലും നടന്നു. പ്രദീപ് കുമാർ MLA ആണ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. SFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ടൗൺ ഹാളിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചലച്ചിത്രോത്സവവും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിലെ ഉന്നത വിജയികളെ ആദരിക്കലും നടന്നു. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് സച്ചിൻ ദേവ് അധ്യക്ഷം വഹിച്ച പരിപാടി പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അതിന്റെയെല്ലാം തുടർച്ച നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ, സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നൽകുന്ന പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ, വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഒക്കെ നടത്തിയ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളും പരിശ്രമവുമാണ് SFIയെ ഇന്ന് ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു വലിയ ശക്തി സാന്നിധ്യമായി നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ, DYFI ജില്ലാ സെക്രട്ടറി P. നിഖിൽ, SFI ജില്ലാ സെക്രട്ടറി K. അശ്വന്ത് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജില്ലാ വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. When the eyes are set on, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഡയറക്ടറി പ്രകാശനം മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസറുദ്ദീൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. KRWA സംസ്ഥാന കമ്മിറ്റി അംഗം PP. ഹേമരാജ് ഏറ്റുവാങ്ങി. കഴിഞ്ഞ 6 വർഷക്കാലമായി കേരളത്തിലെ അസംഘടിതരായ റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിവരുന്ന കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ റിയൽ എസ്റ്റേറ്റ് വർക്കർമാരെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ഡയറക്ടറി സംവിധാനം ചെയ്തത്. മാനഞ്ചിറ സ്പോർട്സ് കൌൺസിലായി നടന്ന ഡയറക്ടറിയുടെ പ്രകാശനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസറുദ്ദീൻ നിർവഹിച്ചു. ഈ ഡയറക്ടറി പറഞ്ഞ ആളുകൾക്കല്ലാതെ കോഴിക്കോട് ജില്ലയിൽ റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സുകൾക്കല്ലാതെ ജോലി കിട്ടാൻ ഇടയില്ലാത്ത ഒരു വിധത്തിൽ നിങ്ങളുടെ സന്നദ്ധ ഉയരണം എന്ന് അഭ്യർത്ഥിക്കാൻ KRWU സംസ്ഥാന കമ്മിറ്റി അംഗം PP. ഹേമരാജ് ഏറ്റുവാങ്ങി. KRWU സംസ്ഥാന സെക്രട്ടറി VA. കമറുദ്ദീൻ സംഘടനാകാര്യങ്ങൾ വിശദീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് TP. സാഹിർ അധ്യക്ഷനായിരുന്നു. PV. അലി, K. മോഹനൻ, MC. അബൂബക്കർ, TP. രാജൻ, N. സുബ്രഹ്മണ്യൻ, കമ്മാല വരദൂർ, ഉസ്മാൻ ചാത്തഞ്ചിറ, T. രജനി, പീതാംബരൻ, MB. കുഞ്ഞുമുഹമ്മദ്, നിസാർ, N. ബാലകൃഷ്ണൻ, CT. സുകുമാരൻ, ഷംസിർ MK, സത്യൻ VP, രാജീവൻ, ഷംസുദ്ദീൻ, വേണുഗോപാൽ, പൃഥ്വിരാജ്, പ്രകാശൻ ഏറാട് എന്നിവർ സംസാരിച്ചു. ട്രോമ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ സർക്കാർ മേഖലയിലെ നഴ്സുമാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുമായി 2 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കം. മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിൽ നടന്ന പരിപാടി നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രൊഫസർ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ, അധ്യാപകർ, 17th ബാച്ച് MSc നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ്
കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വെച്ച 2 ദിവസങ്ങളിലായി ട്രോമ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ദ്വിദിന സംസ്ഥാനതല ശില്പശാല നടക്കുന്നത്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരെ ലക്ഷ്യമാക്കിയും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. അപകടമരണങ്ങൾ കൂടിവരുന്ന സാഹചര്യത്തിൽ കൃത്യസമയത്ത് പ്രാഥമിക ശുശ്രൂഷ നൽകി ജീവനെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതുമായി ബന്ധപ്പെട്ടാണ് ശില്പശാല നടത്തിയത്. വിവിധ സെഷനുകളിൽ വിദഗ്ധരാണ് സംസാരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഓരോ ഹോസ്പിറ്റലുകളിലും ട്രോമ ടാസ്ക് ഫോഴ്സിനെ രൂപപ്പെടുത്തുക എന്നതാണ് ശില്പശാല കൊണ്ട് അധികൃതർ ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്ത രീതികളിലുള്ള പ്രാഥമിക ശുശ്രൂഷ, അപകടം സംഭവിച്ച ആദ്യത്തെ 10 മിനിറ്റിൽ നടത്തേണ്ട ശുശ്രൂഷ, പരിശീലന പ്രവർത്തനങ്ങൾ എന്നിവയാണ് വിദഗ്ധർ അവതരിപ്പിച്ചത്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ വൈ പ്രസന്നകുമാരി ശില്പശാല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ട്രോമ എ മേജർ കില്ലർ എന്ന വിഷയത്തിൽ എമർജൻസി മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ വേണുഗോപാലൻ PP സംസാരിച്ചു. Everybody should talk the common language. So if you are working in emergency means nobody is a big man. Everybody is equal. Doctor, nurses, even housekeeping person has got his own role. Everybody, even a security person sitting in the front door should have a role to play in a trauma scenario. So that is the importance of systematic training session like this. ഉദ്ഘാടന ചടങ്ങിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ മായ സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ഗവൺമെന്റ് കോളേജ് നഴ്സിംഗ് പ്രിൻസിപ്പൽ KM പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മോഹൻകുമാർ MK, ഡോക്ടർ രവീന്ദ്രൻ MK, CCRNF സംസ്ഥാന ട്രഷറർ പ്രൊഫസർ സുശീല P, സിന്ധു കിഴക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാല ചൊവ്വാഴ്ച സമാപിക്കും. അമിതഭാരത്താൽ പ്രവർത്തിക്കാൻ കഴിയാത്ത കാലിക്കറ്റ് സർവകലാശാല വിഭജിക്കണമെന്ന് മുസ്ലിം ലീഗ്. SSLC ഫലപ്രഖ്യാപനത്തിലും പാഠപുസ്തക വിതരണത്തിലും വന്ന വീഴ്ചകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ലീഗ് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ET മുഹമ്മദ് ബഷീറും സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദും പറഞ്ഞു. പാഠപുസ്തകങ്ങളുടെ അച്ചടിയിലും SSLC ഫലപ്രഖ്യാപനത്തിലുമുണ്ടായ ഉദ്യോഗസ്ഥതല വീഴ്ചകൾ ബോധപൂർവമാണെന്ന് സംശയിക്കുന്നതായി മുസ്ലിം ലീഗ്. കോഴിക്കോട് ചേർന്ന ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും നിയമസഭാ പാർട്ടിയുടെയും സംയുക്ത യോഗത്തിലാണ് പാർട്ടി കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ വീഴ്ചകൾ ചർച്ചയായത്. വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുവാൻ ബോധപൂർവമായ ശ്രമം നടന്നതായി പാർട്ടി സംശയിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ തീരുമാനങ്ങൾ വിശദീകരിച്ച ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MPയും സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദും പറഞ്ഞു. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. പാഠപുസ്തക അച്ചടിയിൽ KBPESന് വീഴ്ച സംഭവിച്ചു. പലതവണ റിവ്യൂ നടന്നപ്പോഴും സ്കൂൾ തുറക്കുന്നതിന് 15 ദിവസം മുൻപെങ്കിലും അച്ചടി പൂർത്തിയാക്കുമെന്ന് KBPS ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വാക്കുപാലിച്ചിട്ടില്ല. അത് ബോധപൂർവമാണോ എന്ന് അന്വേഷിക്കണമെന്നും ET പറഞ്ഞു. സ്വാഭാവിക റബ്ബറിനുള്ള സബ്സിഡി പട്ടികയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയ കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് പാർട്ടി സഹായം വാഗ്ദാനം ചെയ്തു. ഇക്കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കുവാൻ പ്രദേശത്തെ MLA മാരായ KNA ഖാദർ, K മുഹമ്മദ് ഉണ്ണിയാജി എന്നിവരെ പാർട്ടി ചുമതലപ്പെടുത്തി. അരുവിക്കരയിൽ ജൂൺ 20 പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രചരണത്തിനെത്തും. ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകും. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിയുമായി ഉയർന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിന് ചർച്ച വേണം. ലീഗ് വർഗീയ കക്ഷിയാണെന്ന കോടിയേരിയുടെ പരാമർശം രാഷ്ട്രീയ പ്രതികരണം മാത്രമാണ്. മന്ത്രി അലിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ചിലർ രാജിവെച്ചത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പേഴ്സണൽ സ്റ്റാഫ് പലപ്പോഴും മാറുന്നുണ്ടെന്നും ET പ്രതികരിച്ചു. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണം എറണാകുളത്തും, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, സെയ്ദ് ഉമർ വാഫാക്കി തങ്ങൾ എന്നിവരുടെ അനുസ്മരണങ്ങൾ കോഴിക്കോട്ടും സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അധ്യക്ഷം വഹിച്ചു. മന്ത്രിമാരും MLA മാരും ലീഗിന്റെ ഉന്നത നേതാക്കളും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ സുരക്ഷയ്ക്ക് കേരള പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ച് എയർപോർട്ട് അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡിയെ കണ്ടു. അക്രമം സംബന്ധിച്ച തെളിവെടുപ്പിന് ഡൽഹിയിൽ നിന്നും എത്തിയ CISF അഡീഷണൽ ഡയറക്ടർ ജനറൽ പച്നന്ദയും കേസ് സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് ADGPയുടെ ഓഫീസിലെത്തി. 4 CISF ജവാന്മാരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിന് പോലീസ് ഏർപ്പെടുത്തിയ സുരക്ഷ തുടരണമെന്ന് എയർപോർട്ട് അതോറിറ്റി ദക്ഷിണമേഖല റീജിയണൽ ഡയറക്ടർ IN മൂർത്തി ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡിയോട് അഭ്യർത്ഥിച്ചു. CISF എയർപോർട്ട് സെക്ടർ അഡീഷണൽ ഡയറക്ടർ ജനറൽ രജിത് കുമാർ പാച്ചനന്ദയുടെ സന്ദർശനത്തിന് പിന്നാലെ ഉത്തരമേഖല ADGPയുടെ ഓഫീസിലെത്തിയ മൂർത്തിയോട് ഈ ആവശ്യം രേഖാമൂലം ഉന്നയിക്കുവാൻ ADGP ആവശ്യപ്പെട്ടു. സംഭവം നടന്ന രാത്രി മുതൽ വിമാനത്താവളം കേരള പോലീസിന്റെ സായുധ സേനയുടെ കാവലിലാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് എയർപോർട്ടിലെത്തിയ CISF ADG SS യാദവ് വെടിയേറ്റ് വീണ സ്ഥലം ഉൾപ്പെടെയുള്ളവ സന്ദർശിച്ചു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സീനിയർ റീജിയണൽ മാനേജർ IN മൂർത്തിയെ കൂടാതെ കാലിക്കറ്റ് എയർപോർട്ട് ഡയറക്ടർ ജനാർദ്ദൻ എന്നിവർ പങ്കെടുത്തു.
CASF ADGP C പച്ചനന്ദ, IGP സഹായി, DIG ആനന്ദ് മോഹനം എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ CASF ജവാൻ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് 4 CASFുകാർ അറസ്റ്റിലായി. കോൺസ്റ്റബിൾമാരായ വിനയ് കുമാർ ഗുപ്ത, യശ്വന്ത്, ലോകേന്ദ്ര സിംഗ്, രാകേഷ് കുമാർ മീണ എന്നിവരെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. എയർപോർട്ട് അതോറിറ്റിയുടെ പരാതിയിൽ 100ഓളം ജവാന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിമാനത്താവള സുരക്ഷാ ചുമതലയുള്ള CASF ഡെപ്യൂട്ടി കമാൻഡന്റ് ഡാനിയൽ ധൻരാജിനെ നീക്കി IG RL സഹായിക്ക് ചുമതല നൽകി. DIGമാരായ വിക്രം ആനന്ദ് എന്നിവരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് നഗരപാത വികസന പദ്ധതിയിലെ 6 റോഡുകൾ വീതി കൂട്ടി നവീകരിക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി ഉത്തരവ് പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൈമാറി. നിർമ്മാണ പ്രവൃത്തി 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം ഫ്ളാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയിൽ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് നഗര റോഡ് വികസന പദ്ധതിയിൽ നിർമ്മിക്കുന്ന 6 റോഡുകളുടെ നിർമ്മാണ കരാർ PWD റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് ചെയർമാൻ VK അനന്തിന് കൈമാറി. മറ്റൊരു കമ്പനി 40 കോടി രൂപയ്ക്ക് ടെൻഡർ വിളിച്ചപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി 23 കോടി രൂപയ്ക്കാണ് ഏറ്റെടുത്തതെന്ന് മന്ത്രി വെളിപ്പെടുത്തി. 3 വർഷമാണ് നിർമ്മാണ കാലാവധിയെങ്കിലും 1.5 വർഷത്തിൽ പൂർത്തിയാക്കുമെന്ന് സൊസൈറ്റി അറിയിച്ചു. ഗതാഗത തടസ്സം അനുഭവപ്പെടുന്ന തൊണ്ടയാട് രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷനുകളിൽ മേൽപ്പാലങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന് 25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ റോഡിനോടൊപ്പം കോഴിക്കോടിന് വേണ്ടി 2 നല്ല പ്രൊജക്ടുകൾ, 2 പുതിയ പ്രൊജക്ടുകൾ കൂടി നൽകുന്നുണ്ട്. ഒന്ന് തൊണ്ടയാട് ഫ്ലൈ ഓവറും മറ്റൊന്ന് രാമനാട്ടുകര ഫ്ലൈ ഓവറും. അപ്പോൾ ഈ 3 പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള തീരുമാനം പൊതുമരാമത്ത് വകുപ്പ് എടുക്കുകയും പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. 2001-2006 താൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ആസൂത്രണം ചെയ്തതാണ് നഗര റോഡ് വികസന പദ്ധതിയെന്ന് മന്ത്രി മുനീർ പറഞ്ഞു. MLAമാരായ A പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് PTA റഹീം, മേയർ AK പ്രേമജം, ജില്ലാ കളക്ടർ N പ്രശാന്ത്, K മൊയ്തീൻ കോയ, ഉമ്മർ പാണ്ഡികശാല, MC മായൻ ഹാജി, MA റസാഖ്, MT പത്മ, പൊതുമരാമത്ത് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് എന്നിവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റിടവേള. കല്യാൺ സിൽസിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ, 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001-2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. ദേശീയപാത വിഭാഗം പൂളാടിക്കുന്ന് വെങ്ങളം ബൈപ്പാസിൽ കോരപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന മലബാറിലെ ഏറ്റവും നീളമുള്ള പാലം ഡിസംബറിൽ നാടിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. നിർമ്മാണം പൂർത്തീകരിക്കുന്ന പാലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാർ പൂർണ്ണമായി ഏറ്റെടുത്ത് നടത്തുന്ന പൂളാടിക്കുന്ന് വെങ്ങളം ബൈപ്പാസ് ഡിസംബറിൽ തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. ബൈപ്പാസിന്റെ ഭാഗമായുള്ള കോരപ്പുഴയിലെയും പുറക്കാട്ടിരിയിലെയും പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ബൈപ്പാസ് നിർമ്മാണം 65% പൂർത്തിയായി. കോരപ്പുഴ പാലത്തിന്റെയും പുറക്കാട്ടിരി പാലത്തിന്റെയും നിർമ്മാണം 70% പൂർത്തിയായിട്ടുണ്ട്. ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ 1/2 കിലോമീറ്ററോളം നീളമുള്ള കോരപ്പുഴയിലെ പാലം മലബാറിലെ ഏറ്റവും നീളമുള്ള പാലമാകും.
നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണും അസംസ്കൃത വസ്തുക്കളും പല ഘട്ടത്തിലും ലഭിക്കാതിരുന്നത് തിരിച്ചടിയായിരുന്നുവെങ്കിലും പ്രവൃത്തിയെ ബാധിച്ചിട്ടില്ല. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ പ്രവൃത്തി നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഭിനന്ദനം അർഹിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. 5.1 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ ബൈപ്പാസിലെ 2 വലിയ പാലങ്ങളുണ്ട്. പുറക്കാട്ടേരി പാലം സാമാന്യ രീതിയിലുള്ള ഒരു പാലമാണ്. അതേസമയത്ത് കോരപ്പുഴയിലെ ഈ പാലം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ കോരപ്പുഴ പാലം മലബാറിലെ ഏറ്റവും വലിയ പാലമായിരിക്കും. 1/2 കിലോമീറ്റർ നീളം വരുന്ന പാലമാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. അവർ പ്രത്യേകമായി ഗവൺമെൻറ് നിർമ്മാണം ഏൽപ്പിച്ചതാണ്. അവർ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 155 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പുറക്കാട്ടിരി പാലവും മന്ത്രി സന്ദർശിച്ചു. കോരപ്പുഴയിൽ 445 മീറ്റർ നീളത്തിലും പുറക്കാട്ടിരിയിൽ 185 മീറ്റർ നീളത്തിലുമാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത്. 153 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചിലവ്. ആദ്യഘട്ടത്തിൽ ഇടിമൂഴിക്കിൽ നിന്നും പന്തീരാങ്കാവ് വരെ 7.25 കിലോമീറ്ററും അടുത്ത ഘട്ടത്തിൽ പന്തീരാങ്കാവ് മുതൽ തൊണ്ടയാട് വരെ 6.17 കിലോമീറ്ററും മൂന്നാം ഘട്ടത്തിൽ തൊണ്ടയാട് മുതൽ മലാപ്പറമ്പ് വരെ 2.74 കിലോമീറ്ററും അടുത്ത ഘട്ടത്തിൽ മലാപ്പറമ്പ് മുതൽ പൂളാടിക്കുന്ന് വരെയുള്ള 6.86 കിലോമീറ്ററുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. മത്സ്യബന്ധന മേഖലയിൽ മോദി സർക്കാർ കുത്തക മത്സ്യബന്ധന കപ്പലുകളുടെ താൽപര്യം സംരക്ഷിക്കുകയും പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കുകയുമാണെന്ന് യുവജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് സലീം അടവൂർ. യുവജനതാദൾ ജില്ലാ കമ്മിറ്റി ചോമ്പാൽ ഹാർബറിൽ നടത്തിയ തീരദേശ ജനസദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കാനും വൻകിട മത്സ്യബന്ധന കപ്പലുകൾക്ക് നിയമവിരുദ്ധമായി ആഴക്കടൽ ട്രോളിംഗ് നടത്താൻ സൌകര്യം ചെയ്യാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കടൽ സമ്പത്ത് കടലിന്റെ മക്കൾക്ക് എന്ന മുദ്രാവാക്യമുയർത്തി യുവജനതാദൾ ജില്ലാ കമ്മിറ്റി ചോമ്പാൽ ഹാർബറിൽ തീരദേശ ജനസഭ സംഘടിപ്പിച്ചത്. മത്സ്യബന്ധന മേഖലയിൽ മോദി സർക്കാർ കുത്തക മത്സ്യബന്ധന കപ്പലുകളുടെ താൽപര്യം സംരക്ഷിക്കുകയും പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കുകയുമാണെന്ന് യുവജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് സലീം അടവൂർ അഭിപ്രായപ്പെട്ടു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ കൊയ്യണ്ടി അധ്യക്ഷം വഹിച്ചു. ജനതാദൾ യു ജില്ലാ പ്രസിഡന്റ് മനേത ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി MK ഭാസ്കരൻ, EK സജിത് കുമാർ, N അബ്ദുൾ സത്താർ, NK വത്സൻ, MP ശിവാനന്ദൻ, AT ശ്രീധരൻ, JN പ്രേംബാസിൻ, K റൂസി, VK സന്തോഷ്, PC സന്തോഷ്, സുനിൽ ഓടയിൽ, അജീഷ് കൊടക്കാട്, മനീഷ് കുളങ്ങര, പ്രസാദ് വെലിങ്ങിൽ എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി മാത്തോട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാത്തോട്ടം മങ്ങാടിയിൽ നടന്ന ചടങ്ങ് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. CDA ചെയർമാൻ NC അബൂബക്കർ അധ്യക്ഷം വഹിച്ചു. മാത്തോട്ടം മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 മെഡിക്കൽ എൻട്രൻസ് അവാർഡ് ദാനം സംഘടിപ്പിച്ചു. മാത്തോട്ടം മങ്ങാടിയിൽ നടന്ന പരിപാടി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. അക്ഷയ എസ് ടി മൊയ്തീൻ കോയ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കൌൺസിലർ KK സൈഫുനീസ, ആലിമൻ, KM മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. CDA ചെയർമാൻ NC അബൂബക്കർ അധ്യക്ഷനായിരുന്നു. MI മുഹമ്മദ് ഹാജി സ്വാഗതവും MM ഉമ്മർ നന്ദിയും പറഞ്ഞു. അറിയിപ്പുകൾ. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് പലിശരഹിത വായ്പ അനുവദിക്കുന്ന പദ്ധതി ആരംഭിച്ചു. പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രത്തിലും രക്ഷിതാവിന്റെ ജാമ്യത്തിലുമാണ് വായ്പ അനുവദിക്കുക. ആദ്യഘട്ടത്തിൽ 1001 വിദ്യാർത്ഥികൾക്കാണ് വായ്പ അനുവദിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിപ്പൂർ സംഭവത്തിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഫയർഫോഴ്സ് ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാരീരിക അസ്വസ്ഥ്യം മൂലം കേസിലെ മറ്റൊരു പ്രതിയായ സണ്ണി തോമസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സർക്കാർ പുതിയ നയം രൂപീകരിച്ചതായി സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. ഈ വർഷം തന്നെ ഇത് നടപ്പിലാക്കുമെന്നും മന്ത്രി. വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വിമുക്ത ഭടന്മാർ രാജ്യവ്യാപക പ്രക്ഷോഭം ആരംഭിച്ചു. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.